എഫിന്റെ സംസ്ഥാന ഭാരവാഹികളാണ് സമ്മേളനത്തിൽ SSFിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ, സെക്രട്ടറിമാരായ ഷാഫി സത്താഫി, സൈഫുദ്ദീൻ, റാസി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം യൂസുഫ് സത്താഫി, ഇത്രയും പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ അബൂബക്കർ സാറെ അറിവ് ക്ഷണിക്കുന്നു. ഞങ്ങളെല്ലാവരെയും സ്വാഗതം. Good morning to all. ിന്റെ തുടക്കത്തിൽ തന്നെ വിദ്യാർത്ഥി യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി, അക്രമവാസന, സൈബർ ക്രൈമുകൾ തുടങ്ങിയ വാർത്തകൾ വർദ്ധിച്ച തോതിൽ മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടു. 2025 ജനുവരി മാസം മാത്രം കേരളത്തിൽ ഏകദേശം 2000 NDPS ആക്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. കുറച്ചധികം കൊലപാതകങ്ങൾ കേരളത്തിൽ ഈ വിഷയത്തിൽ നടന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ 2025 ജനുവരിയിൽ ലഹരി, സൈബർ ക്രൈം അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയം ഉയർത്തിക്കാട്ടി SSF ലഹരിക്കെതിരെയുള്ള 1ാം ഘട്ട സമരം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ഗ്രാമങ്ങളിൽ ലഹരി വിരുദ്ധ പ്രക്ഷോഭ തെരുവുകൾ, പഞ്ചായത്ത് ഓഫീസ് ധർണകൾ, സമര കൺവെൻഷനുകൾ, ജില്ലാ പോലീസ് മേധാവി ഓഫീസിലേക്കുള്ള മാർച്ചുകൾ തുടങ്ങി ക്യാമ്പസിലും സോഷ്യൽ മീഡിയയിലും ഉൾപ്പെടെ വ്യത്യസ്തങ്ങളായ ലഹരി വിരുദ്ധ പരിപാടികൾ നടത്തുകയും അതിനോട് നല്ല രൂപത്തിലുള്ള ഒരു പ്രതികരണം സമൂഹത്തിൽ നിന്നും ലഭിക്കുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, ജനുവരി ഫെബ്രുവരി മാസത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം ലഹരിക്കെതിരെ ഒന്നായി അണിനിരന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകളും ഇതര സംഘടനകളും സർക്കാർ സംവിധാനങ്ങളും നമ്മുടെ സാംസ്കാരിക നായകനുമൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണം നടത്തി ചില നിയമ നടപടികളിലേക്ക് സർക്കാർ ഉൾപ്പെടെ നമ്മുടെ എക്സിക്യൂഷൻ സംവിധാനങ്ങൾ നീങ്ങി. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണത്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ലഹരി, അതല്ലെങ്കിൽ വിദ്യാർത്ഥി യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസന, ഈ വിഷയത്തിൽ സമൂഹത്തിന്റെ പ്രതികരണം പലപ്പോഴും ഈ പുതിയ ജനറേഷൻ വിദ്യാർത്ഥികളെ വിചാരണ ചെയ്യുന്ന തരത്തിലേക്കായിരുന്നു എന്നുള്ളൊരു നിരീക്ഷണം, ഒരു ആരോപണം അവിടെ അന്തരീക്ഷത്തിലുണ്ട്. കുട്ടികളെ ഈ വിഷയത്തിൽ കൂടുതൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു സോഷ്യൽ പോലീസിംഗ് സ്റ്റൈലിലേക്കാണ് പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ ഉണ്ടായത് എന്നതാണ് യാഥാർത്ഥ്യം. നാം പുതിയ ജനറേഷൻ എന്ന് പറയുന്ന UK കിഡ്സ് എന്നും ആൽഫ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന പുതിയ കാലത്തെ കുട്ടികളെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രം ഈ വിഷയത്തെ കൃത്യമായി അഡ്രസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിരീക്ഷണങ്ങളും വന്നു. ശരിയായ പ്രശ്നത്തെ, ലഹരി എന്നുള്ളത് നാം ലഹരിയുമായി ബന്ധപ്പെട്ട് കണ്ട കാര്യങ്ങളും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇനി കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു വലിയ വിഷയത്തിന്റെ ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് എന്ന് പറയുന്ന അതിന്റെ ഒരു ടിപ്പ് മാത്രമാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ മൾട്ടിഫാക്ടോറിയൽ ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിന് പിന്നിലുള്ള, ഒരുപാട് സോഷ്യൽ കാരണങ്ങളുള്ള, സോഷ്യൽ കോസുകളുള്ള ഒരു വലിയ വ്യാപ്തിയുള്ള ഒരു വിഷയമാണത്. ഒന്നുകൂടി ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണത്. മിക്കവാറും ഈ വിഷയത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇരകളാക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ, പോലീസും മറ്റും പിടിക്കപ്പെടുന്ന, സമൂഹത്തിന് മുന്നിൽ പ്രദർശിക്കപ്പെടുന്ന ഈ വിദ്യാർത്ഥികൾ പലപ്പോഴും ഈ വിഷയത്തിൽ ഇരകളാക്കപ്പെടുന്നവരാണ്, ടാർഗറ്റ് ചെയ്യപ്പെടുന്നവരാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ആയിരിക്കെ ഈ വിദ്യാർത്ഥികളെ മാത്രം ശരിപ്പെടുത്തിക്കൊണ്ട്, അവരെ മാത്രം ശരിയാക്കിക്കൊണ്ട്, ഈ ആൽഫ ജനറേഷൻ വിദ്യാർത്ഥികളെ, പുതിയ ജനറേഷൻ വിദ്യാർത്ഥികളെ മാത്രം ശരിയാക്കിക്കൊണ്ട് നമുക്ക് സമൂഹത്തിന് കൈ കഴുകാൻ കഴിയില്ല എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് SSF ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2ാം ഘട്ട സമരത്തിലേക്ക് പ്രവേശിക്കുന്നത്. 2ാം ഘട്ട സമരവുമായി ബന്ധപ്പെട്ട് SSF ഉയർത്തിയ പ്രമേയം എന്ന് പറയുന്നത് ശരികൾ ആഘോഷിക്കുന്നു, സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി എന്നുള്ളതാണ്. ഞാനൊരു ഡാറ്റ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട ഈ ഡാറ്റ
ജുവനൽ ക്രൈം റേറ്റിന്റെ ഒരു ഡാറ്റയാണ്. 2014 ഏകദേശം ഇന്ത്യയിൽ 38,455 ജുവനൈൽ ക്രൈമുകൾ നടന്നിട്ടുണ്ട്. അതിൽ 1203 ജുവനൈൽ ക്രൈമുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് കേരളത്തിലാണ് 2014. 2022 വരുമ്പോൾ ഏകദേശം 10 വർഷം കഴിയുമ്പോൾ ഈ ക്രൈം റേറ്റിന്റെ ജുവനൈൽ ക്രൈം റേറ്റിന്റെ ഈ വിദ്യാർത്ഥികളിലെ ക്രൈം റേറ്റിന്റെ ഇന്ത്യയിലെ അളവെന്ന് പറയുന്നത് 30,555, കേരളത്തിലേത് 443 ആണ്. ഈ ഡാറ്റയിൽ നിന്ന് മനസ്സിലാകുന്നത് 10 വർഷത്തിനുള്ളിൽ ഏകദേശം 1/3 കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ വിദ്യാർത്ഥികളുടെ ജുവനൈൽ ക്രൈം റേറ്റുകൾ കുറഞ്ഞു എന്നുള്ളതാണ്. ഈ ഡാറ്റ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പൊതുബോധം പോലും അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് പുതിയ ജനറേഷൻ വല്ലാതെ കൈവിട്ടുപോയി എന്നുള്ളതാണ്. പുതിയ ജനറേഷൻ ഒന്നാകെ, ആൽഫ ജനറേഷൻ 2K കുട്ടി വിദ്യാർത്ഥികൾ ഒന്നാകെ കൈവിട്ടു പോയിരിക്കുന്നു. എല്ലായിടത്തും അതിക്രമങ്ങളാണ്, അക്രമങ്ങളാണ്, എല്ലാവരും ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള നരേഷനുകൾ മീഡിയകൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും വീണ്ടും വീണ്ടും കേൾക്കുന്നത് കൊണ്ട് പുതിയ കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ബ്രെയിൻ റോട്ട് പോലുള്ള ഒരു സംഭവങ്ങൾ കൊണ്ടായിരിക്കാം നമ്മുടെ ഒരു പൊതുബോധം എന്ന് പറയുന്നത്. ഞാൻ ഒരു ഒഫീഷ്യൽ ഡാറ്റ ആണല്ലോ ഇപ്പോൾ വായിച്ചത്. 2014 നിന്നും 2022 ആയപ്പോ നമ്മുടെ ഒഫീഷ്യൽ ഡാറ്റ പറയുന്നത് കേരളത്തിലെ ജുവനൈൽ ക്രൈം റേറ്റുകൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 1/3 എന്നുള്ളതാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മുടെ ഒരു സാമൂഹ്യ ബോധ്യം, ഒരു പൊതുബോധം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് പുതിയ ജനറേഷൻ ഒന്നാകെ കൈവിട്ടു പോയിരിക്കുന്നു എന്ന തരത്തിലുള്ള നരേഷനുകൾ വാസ്തവ വിരുദ്ധമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇടപ്പള്ളിക്കാരനായ റൗൾ ജോൺ എന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി സ്വന്തമായി സ്റ്റാർട്ടപ്പ് തുടങ്ങുകയും ആ വിദ്യാർത്ഥിയുടെ എത്ര ഭംഗിയാണ് ആ വിദ്യാർത്ഥി ഭാവിയെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിലവിലുള്ള സമൂഹത്തെക്കാൾ മെച്ചമുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കലാണ് ആ കുട്ടിയുടെ ലക്ഷ്യമെന്ന് വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടി പറയുകയാണ്. വയനാട് ദുരന്ത സമയത്ത് ഈ പുതിയ ജനറേഷനിലെ കുട്ടികൾ വോളണ്ടിയർമാരായി വളരെ വേഗത്തിൽ പുറപ്പെട്ടതുകൂടി നമ്മൾ കണ്ടതാണ്. സ്കൂളുകളിലൊക്കെ സഹപാഠികൾക്ക് വേണ്ടി വീട് വെച്ച് നൽകുന്ന കൂട്ടുകാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല രൂപത്തിൽ നന്മകളുള്ള വിവരസാങ്കേതിക വിദ്യകൾ കൂടുതലായി ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള വിജ്ഞാന സാധ്യതകളുള്ള ഒരു കൂട്ടുകാരായിട്ട് പുതിയ കൂട്ടുകാർ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവരുടെ നന്മകൾ അംഗീകരിച്ച് മാത്രമേ നമുക്ക് അവരുടെ തിന്മയെ തിരുത്താനാകൂ എന്നുള്ള ഒരു ആശയമാണ് SSF മുന്നോട്ട് വെക്കുന്നത്. ഈ ഷഹബാസ് വധ കൊലപാതക സമയത്ത് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ആൽഫ ജനറേഷന്റെ പ്രതിനിധിയായി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥിയോട് ചോദിച്ചു, വിദ്യാർത്ഥി ആൽഫ ജനറേഷന്റെ പ്രശ്നങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുതിയ ജനറേഷൻ വിദ്യാർത്ഥികളിലെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ആ വിദ്യാർത്ഥി തിരിച്ചു പറയുന്നത്, അങ്ങനെ ഉണ്ടായേക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇതിനുള്ള പരിഹാരം നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല എന്നുള്ളതാണ്. ഇതിനുള്ള പരിഹാരം കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ജനറേഷനിലെ എല്ലാ വിദ്യാർത്ഥികളെയും കുറ്റപ്പെടുത്തി അങ്ങനെ കാടടച്ച് അധിക്ഷേപിക്കുന്ന ഒരു ശൈലി അത് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾക്കേ വഴിവെക്കുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഒന്നുകൂടി സമൂഹത്തെ ഒരു മോറലി പാനിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയായി മാറ്റാനേ അത് ഉപകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്ന് പങ്കുവെച്ചത്. മാത്രമല്ല, നമുക്കറിയാം കേരളത്തിൽ ഏകദേശം 15,000-ഓളം സ്കൂളുകളുണ്ട്, ഏകദേശം 40 ലക്ഷത്തോളം കുട്ടികളുണ്ട്. ഇത്രയും വലിയ ഒരു സമൂഹത്തിനിടക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളെ അതിഭയാനകമായി പർവ്വതീകരിച്ച് അവതരിപ്പിക്കുന്നത് എപ്പോഴും പ്രശ്നമുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. ജോഹാൻ ഹാരി എന്നുള്ള ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം ഈ ആന്റി അഡിക്ഷൻ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ലേഖനങ്ങളൊക്കെ എഴുതിയാണ്. അദ്ദേഹം ഈ അഡിക്ഷനെ കുറിച്ച് പറയുന്ന ഒരു വാചകം വളരെ പ്രസക്തമാണ്. The opposite of addiction is not sobriety. The opposite of addiction is connection. ബന്ധങ്ങളാണ്, നല്ല ബന്ധങ്ങൾ കൊണ്ടാണ് ഈ അഡിക്ഷനെ, ലഹരിയെ, ഇത്തരം കുറ്റകൃത്യങ്ങളെ തടയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ പുതിയ ജനറേഷൻ വിദ്യാർത്ഥികൾ നല്ല ബുദ്ധിയുള്ളവരാണ്, നല്ല ചിന്താശേഷിയുള്ളവരാണ്, സാങ്കേതിക വിദ്യകൾ കൂടുതൽ ഉപയോഗിക്കുന്നവരാണ്, നല്ല കോഗ്നിറ്റീവ് എബിലിറ്റി ഉള്ളവരാണ്, നല്ല ക്രിട്ടിക്കൽ തിങ്കിങ് കഴിവുള്ള ആളുകളാണ്, നല്ല സോഷ്യൽ ലീഡേഴ്സ് ആയി നല്ല ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ സൊസൈറ്റിയെ നയിക്കാൻ പാചകത്തിലുള്ള തരത്തിലുള്ള സോഷ്യൽ ലീഡേഴ്സ് ആയി വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന കൂട്ടുകാർ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ വിദ്യാർത്ഥി സമൂഹങ്ങളിലുണ്ട്, നമ്മുടെ പരിസരങ്ങളിലുണ്ട്. തീർച്ചയായും എക്സെപ്ഷനുകൾ ഉണ്ടാകാം. എക്സെപ്ഷനുകൾ പല അക്രമങ്ങളായി നമ്മുടെ മുന്നിൽ വന്ന് എന്നിരിക്കാം. ആ വിഷയങ്ങളിൽ അതിനെ പർവ്വതീകരിക്കാതെ കൃത്യമായി അഡ്രസ് ചെയ്യുകയാണ് വേണ്ടത്. ശിക്ഷാ നടപടികൾ ആവശ്യമുള്ള ആളുകൾക്ക് ആ ശിക്ഷാ നടപടികൾ കൃത്യമാക്കണം. ചികിത്സ വേണ്ട കൂട്ടുകാർക്ക്, അങ്ങനെ പിടിക്കപ്പെടുന്ന കൂട്ടുകാരെ, ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള ചികിത്സ വേണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് മെച്ചമുള്ള ചികിത്സ ലഭ്യമാക്കണം. കൗൺസിൽ വേണമെങ്കിൽ അത് ലഭ്യമാക്കണം.
ഇങ്ങനെ അതിനെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ കാരണങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥി, ഈ പുതു ജനറേഷനിലെ ഒരു വിദ്യാർത്ഥി കോണ്ടാക്ട് ചെയ്യുന്ന സാമൂഹിക സ്ഥാപനങ്ങളെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും ഒന്നാമത്തത് കുടുംബമാണ്. നമ്മുടെ കുടുംബങ്ങളിലെ ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളെ ചർച്ച ചെയ്യാതെ, ഡിസ്ഫങ്ഷണൽ ആവുന്ന നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളെ ചർച്ച ചെയ്യാതെ ഒരിക്കലും സമൂഹത്തിന് ഈ ഒരു വിഷയത്തെ ഇതിൽ പരിഹരിച്ചു മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. മറ്റൊരു സ്ഥാപനമാണ് നമ്മുടെ സ്കൂളുകൾ, ടീച്ചേഴ്സ് എന്നുള്ളത്. നല്ല വിദ്യാർത്ഥി അധ്യാപക ബന്ധം, അതിലുള്ള പുരോഗമനപരമായ മാറ്റങ്ങള്, വിദ്യാർത്ഥികളുടെ കരിക്കുലത്തിലെ ആവശ്യമായ മാറ്റങ്ങള്, സമയബന്ധിതമായ മാറ്റങ്ങള്, വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ഇതൊക്കെ അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് ചർച്ച നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. മറ്റൊരു സ്ഥാപനമാണ് നാം ഉൾപ്പെടെയുള്ള സമൂഹം എന്ന് പറയുന്നത്. സമൂഹത്തിൽ ഈ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് അംഗീകാരം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇൻഡിവിജ്വാലിറ്റിയെ കുറിച്ച്, സ്വാതന്ത്ര്യത്തെ കുറിച്ച്, വ്യക്തിത്വത്തെ കുറിച്ച് കൂടുതൽ അവബോധമുള്ള, കൂടുതൽ കാഴ്ചപ്പാടുള്ള കൂട്ടുകാരാണ് പുതിയത്. അവരെ കൃത്യമായി അംഗീകരിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാകണമെന്നുള്ളതാണ്. അവരുടെ സുഹൃത്തുക്കള്, പിയർ പ്രഷറുകൾ, പലപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത് പിയർ പ്രഷറിന്റെ പുറത്താണ്. എന്താണ് പിയർ പ്രഷർ എന്നും, എങ്ങനെയാണ് എന്റെ കുട്ടിയുടെ സൗഹൃദങ്ങൾ പോകുന്നതെന്നും, എന്റെ കുട്ടിയുടെ സൗഹൃദങ്ങളെ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ കഴിയുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ കൂടി നമ്മൾ രക്ഷിതാക്കൾ അതിനനുസരിച്ച് വളർന്നാൽ മാത്രമേ ഈ പിയർ പ്രഷർ മൂലം ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ലിങ്കാണ് സോഷ്യൽ മീഡിയ. നമുക്കറിയാം, നമ്മുടെ പുതിയ കാലത്തെ ജനറേഷൻ, നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലായിരിക്കും. ഒരുപക്ഷെ അവരുടെ ഏറ്റവും വലിയ കൂട്ടുകാർ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആയിരിക്കും. പ്രത്യേകിച്ച് മാനോസ്ഫിയർ ഉൾപ്പെടെയുള്ള ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഇൻഫ്ലുവൻസേഴ്സും, ആൻഡ്രൂ ടേറ്റിനെ പോലെ, ജോ റോജനെ പോലുള്ള പല ഇൻഫ്ലുവൻസേഴ്സും തെറ്റായ വഴിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്താണ് ശരി, എന്താണ് തെറ്റ്, ഒരുപാട് ഇൻഫർമേഷന്റെ, ഒരുപാട് കണ്ടന്റിന്റെ വലിയൊരു കടലാണല്ലോ സോഷ്യൽ മീഡിയ. ഇവിടെ എങ്ങനെയാണ് എന്റെ കുട്ടിക്ക് ശരിയും തെറ്റും കാണിച്ചു കൊടുക്കുക, അതിനുള്ള ഒരു പരിജ്ഞാനം കൂടി നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ രക്ഷിതാക്കൾക്ക്, നമ്മുടെ അധ്യാപകർക്ക്, നമ്മുടെ മുതിർന്ന ആളുകൾക്ക് സമൂഹത്തിന് ഉണ്ടാവണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ വെൽബീയിങ് ഉൾപ്പെടെ ആൽഫ ഫ്രണ്ട്ലി ആയിട്ടുള്ള പുതിയ ജനറേഷൻ കൂട്ടുകാരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വളരെ വലിയ റോള് നിർവഹിക്കാനുണ്ട് എന്നുള്ളതാണ്. ഈ കുട്ടികൾ ഈ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്നത് പലപ്പോഴും അവർക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ആണ്. അവരുടെ ആസ്പിറേഷൻ അനുസരിച്ചുള്ള പഠനമോ ജോലിയോ തൊഴിലോ ലഭിക്കുന്നില്ല. തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. ഈ അർത്ഥത്തിൽ സർക്കാർ ഇവരെ പരമാവധി ഇൻക്ലൂസീവ് ആയിട്ട് കുട്ടികളെ അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ്, പരമാവധി പരിഗണിക്കണം എന്നുള്ളതാണ്. അവരുടെ സിവിൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ റൈറ്റ്സ്, സോഷ്യൽ റൈറ്റ്സ് ഒക്കെ അത് പരമാവധി അവരെ ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. നമ്മുടെ വോട്ടവകാശം ഇപ്പോൾ 18 വയസ്സാണ് വോട്ടവകാശത്തിന്റെ പ്രായം. അത് 16ലേക്ക് താഴ്ത്തുക ഉൾപ്പെടെയുള്ള പോളിസിയിലേക്ക് സർക്കാർ ഇറങ്ങണമെന്നുള്ളതാണ്. ഇങ്ങനെ കുട്ടികളുടെ ശരിയെ പരമാവധി കണ്ടുകൊണ്ട് അവരുടെ ശരികൾ ആഘോഷിക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് SSF ഏപ്രിൽ 29-ന്, SSFന്റെ സ്ഥാപക ദിനം കൂടിയാണ് ഏപ്രിൽ 29-ന് 125 കേന്ദ്രങ്ങളിൽ സമ്മേളനങ്ങൾ നടത്തുന്നത്, വിദ്യാർത്ഥി റാലികൾ നടത്തുന്നത്. ആ സമ്മേളനങ്ങളിൽ ഈ ഒരു ആശയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, സംവാദങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഏകദേശം 3 ലക്ഷം ആക്ടിവിസ്റ്റുകളെ SSF സമൂഹത്തിന് സമർപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ നഗരങ്ങളിൽ ആന്റി ഡ്രഗ് മാരത്തോൺ നടക്കുന്നുണ്ട്. നമ്മുടെ ഗ്രാമങ്ങളിൽ ഇതിനെതിരെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്ട്രീറ്റ് പൾസ് എന്ന പേരിൽ സോഷ്യൽ മീഡിയ വെൽബീയിങ്ങിന് മാത്രം നല്ലൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. കേരളത്തിലെ പരമാവധി ഗ്രാമങ്ങളിൽ പോയി SSFന്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ, അവിടെയുള്ള രക്ഷിതാക്കൾ ഉൾപ്പെടെ കണ്ടുകൊണ്ട് ഇതിന്റെ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, പൊതുസമൂഹത്തിന്റെ സപ്പോർട്ട് ഈ വിഷയത്തിൽ കാംക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.